മാജിക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. വെൽക്കം ടു എ ന്യൂ ക്ലാസ് ഓഫ് മാജിക് സ്പോക്കൺ ഇംഗ്ലീഷ്. Let us move forward with the story which we had seen in the last class. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിരുന്ന ആ സ്റ്റോറിയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ അവളുടെ അടുത്തേക്ക് പോയി. I went to her. അവൾ ബെഞ്ചിലിരിക്കുകയായിരുന്നു. She was sitting on the bench. അവൾ ഇരിക്കുകയായിരുന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തിയപ്പോൾ ഞാൻ എൻ്റെ തൊണ്ട അനക്കി അവളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി. When I reached the place where she was sitting, I cleared my thought for drawing her attention. Like this. ഇതുപോലെ. പക്ഷേ അവൾ എന്നെ ശ്രദ്ധിക്കുന്നതായി തോന്നിയില്ല. But she did not seem to notice me. അപ്പോൾ ഞാൻ പറഞ്ഞു. Then I said, "Excuse me." അവൾ അനങ്ങുകയോ എന്നെ നോക്കുകയോ ചെയ്തില്ല. She neither moved nor looked at me. ഞാൻ വീണ്ടും പറഞ്ഞു. I said again, "Excuse me." Excuse me എന്ന്. എന്നിട്ടും ഫലമുണ്ടായിരുന്നില്ല. Still, there was no result. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ കുറച്ച് സമയം നിന്നു. I stood there for a while, not knowing what to do. ഞാൻ കരുതി അവൾ ഒന്നുകിൽ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവളുടെ കയ്യിലുള്ള മൊബൈലിൽ ഇയർഫോണിന്റെ സഹായത്തോടു കൂടി പാട്ട് കേൾക്കുകയായിരുന്നു എന്ന് കരുതി. I thought that she was either in her thoughts or listening to the music on the mobile with earphone. ഞാൻ പിന്നെ പറഞ്ഞു. I again said, "Excuse me." അവൾ മറുദിശയിലേക്ക് മുഖം തിരിച്ചിരിക്കുകയായിരുന്നതിനാൽ എനിക്ക് അവളുടെ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. I could not see her face clearly since she was facing the other side. അവൾ നീല നിറത്തിലുള്ള ഒരു ജീൻസും ഒരു വെള്ള കുർത്തയുമായിരുന്നു ധരിച്ചിരുന്നത്. She was wearing a blue jeans and a white kurta. അവളുടെ മടിയിൽ ഒരു നല്ല വാനിറ്റി ബാഗ് ഉണ്ടായിരുന്നു. She had a nice vanity bag on her lap. അവളുടെ കയ്യിൽ നോക്കിയ മൊബൈലിന്റെ ഏറ്റവും പുതിയ ഒരു വേർഷൻ ഞാൻ കണ്ടു. I saw a latest version of Nokia mobile in her hand. ഞാൻ ഒന്നുകൂടി പറഞ്ഞു. I once again said, "Excuse me." അതോടുകൂടി ഞാൻ "excuse me" എന്ന വാക്ക് 3 പ്രാവശ്യം ഉച്ചരിച്ചിരുന്നു. With that, I had said the word "excuse me" thrice. എന്നിട്ടും അവൾ അനങ്ങിയില്ല. Still, she did not move. അപ്പോൾ ഞാൻ സംസാരിച്ചിരുന്ന ആ പെൺകുട്ടി തന്നെയായിരുന്നോ അവൾ എന്ന് ഞാൻ സംശയിച്ചു. Then I doubted if she was the same girl to whom I had spoken. ഒരു അപരിചിതയോട് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിക്കൊണ്ട് ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. I decided to go back thinking that it wouldn't be fair to speak to a stranger. ഞാൻ പാർക്കിന്റെ ഗേറ്റിലേക്ക് എത്തിയപ്പോൾ when I reached the park gate, അവളുടെ ശബ്ദം എന്നെ നിർത്തി. Her voice stopped me. അവൾ എന്നെ പിറകിൽ നിന്ന് വിളിക്കുകയായിരുന്നു. She was calling me from behind. "Hello, are you Sadiq? Hello, നീ സാദിഖാണോ?" ഞാൻ തിരിഞ്ഞ് ഉത്തരം പറഞ്ഞു. I turned back and answered, "Yes." അതെ. നിങ്ങൾ എന്നെ കാത്തിരിക്കുകയായിരുന്നോ? Were you waiting for me? അവൾ പറഞ്ഞു. She said, "Yes." അവൾ ഞാൻ അറിയുന്ന ഒരാളായിരുന്നില്ല എന്ന് ഞാൻ ശ്രദ്ധിച്ചു. I noticed that she was not a known person to me. ഞാൻ അവളെ മുമ്പൊരിക്കലും കണ്ടിരുന്നില്ല. I had never seen her before. അവൾ ആരായിരുന്നു എന്ന് ഞാൻ അതിശയപ്പെട്ടു. I wondered who she was. ഞാൻ അവളുടെ അടുത്തേക്ക് തിരിച്ചുപോയി. I went back to her. അവൾ പറഞ്ഞു. She said, "ഞാൻ അരുണയാണ്. I am Aruna. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കയ്യിൽ ഒരു കത്തുണ്ട്. I have a letter for you." അവൾ
അവളുടെ വാനിറ്റി ബാഗ് തുറന്ന് ഒരു കവർ പുറത്തെടുത്തു. ഷീ ഓപ്പൺഡ് ഹെർ വാനിറ്റി ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് ആൻ എൻവലപ്പ്. അത് അവൾ എൻ്റെ നേരെ നീട്ടി. ഷീ സ്ട്രെച്ചഡ് ഇറ്റ് ടുവാർഡ്സ് മീ. ഞാൻ ഹൃദയമെടുപ്പോടുകൂടി അത് വാങ്ങി. ഐ റിസീവ്ഡ് ഇറ്റ് വിത്ത് ഹാർട്ട് ബീറ്റ്സ്. അവൾ പറഞ്ഞു, നിങ്ങളെ മെനക്കെടുത്തിയതിൽ ക്ഷമിക്കണം. ഷീ സെഡ്, സോറി ഫോർ ബോതറിംഗ് യു. ഇത് ഒരു അതിശയോക്തി നിറഞ്ഞ ഒരു കല്യാണ ക്ഷണമായിരുന്നു. ഇറ്റ് വാസ് എ സർപ്രൈസ് വെഡിങ് ഇൻവൈറ്റേഷൻ ഫോർ യു. ഞാൻ നിങ്ങളുടെ അടുത്ത സുഹൃത്തായ സന്തോഷുമായി വിവാഹിതയാകാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ഗെറ്റ് മാരീഡ് വിത്ത് യുവർ ക്ലോസ് ഫ്രണ്ട് സന്തോഷ്. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു അതിശയോക്തി നിറഞ്ഞ വെഡിങ് കല്യാണ ക്ഷണം നൽകാൻ പ്ലാൻ ചെയ്തിരുന്നു. വി ഹാഡ് പ്ലാൻ ടു ഗിവ് യു എ സർപ്രൈസ് വെഡിങ് ഇൻവൈറ്റേഷൻ. നിങ്ങൾ തിരിഞ്ഞ് ആരാണ് വരുന്നതെന്ന് നോക്കൂ. പ്ലീസ് ടെൽ ബിഹൈൻഡ് ആൻഡ് സീ ഹു ഈസ് കമ്മിങ്. ഞാൻ തിരിഞ്ഞ് പുറകോട്ട് നോക്കിയപ്പോൾ when I turned and looked back, എൻ്റെ അടുത്ത ഫ്രണ്ടായ സന്തോഷ് മുഖത്ത് വശ്യമായ നല്ലൊരു പുഞ്ചിരിയുമായി ഞങ്ങളുടെ നേരെ നടന്നെടുക്കുകയായിരുന്നു. My close friend Santosh was walking to us with a lovely smile on his face. സംഭവം ഇങ്ങനെയായിരുന്നു. The incident was like this. സന്തോഷ് അരുണയുമായി കുറച്ചു കാലമായി പ്രണയത്തിലായിരുന്നു. Santosh was in love with Aruna for some time. എന്നിട്ട് ഇപ്പോൾ അവർ കല്യാണം കഴിക്കാൻ പോവുകയാണ്. And now they are going to get married. അവർ എന്നെ കുറച്ച് സർപ്രൈസോട് കൂടി ഒരു വ്യത്യസ്തമായ രീതിയിൽ കല്യാണം ക്ഷണിക്കാൻ തീരുമാനിച്ചു. They plan to invite me for their marriage in a different way and with a little bit surprise. ഞങ്ങൾക്ക് ഒരുപാട് ചിരിയും ഒരുപാട് നല്ല ഓർമ്മകളും തിരിച്ചു കൊണ്ടുവന്ന കുറച്ച് സമയത്തെ സല്ലാപം ഞങ്ങൾ നടത്തി. We had a long chat which brought back a lot of sweet memories and laughter. ഞങ്ങൾ അടുത്തുള്ള കോഫി ഷോപ്പിൽ നിന്ന് കുറച്ച് ലഘുഭക്ഷണവും കോഫിയും കഴിച്ച് അവർ സന്തോഷത്തോടെ തിരിച്ചുപോയി. We had some snack and coffee from a nearby coffee shop and they left happily. ഈ സംഭവം ഇവിടെ തീരുന്നു. ഇനി നമ്മൾ ഈ പാഠഭാഗത്തിൽ കണ്ട പുതിയ പദങ്ങളിലേക്കും പ്രയോഗങ്ങളിലേക്കും. New things from this chapter. Throat, അർത്ഥം തൊണ്ട. Throat pain, തൊണ്ടവേദന. Reach, എത്തുക, എത്തിച്ചേരുക. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലമാണ് reached. Notice, ശ്രദ്ധിക്കുക. പാസ്റ്റ് ടെൻസ് noticed, ശ്രദ്ധിച്ചു. Move, നീങ്ങുക, അനങ്ങുക. അതിന്റെ ഭൂതകാലം പാസ്റ്റ് ടെൻസ് moved, അനങ്ങി. Look, നോക്കുക. അതിന്റെ ഭൂതകാലം പാസ്റ്റ് ടെൻസ് looked. Still, ഇനിയും, എന്നിട്ടും, ഇപ്പോഴും. ഉദാഹരണം, സ്റ്റിൽ ഹീസ് റീഡിംഗ് ദ നോവൽ. ഇപ്പോഴും അവൻ നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അവരെത്തിയില്ല. സ്റ്റിൽ ദേ ഡിഡ് നോട്ട് അറൈവ്. സ്റ്റാൻഡ്, നിൽക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്റ്റുഡ്. സേ, പറയുക. അതിന്റെ പാസ്റ്റ് ടെൻസ് ഭൂതകാലം പറഞ്ഞു സെറ്റ്. ലിസൺ, ശ്രദ്ധിക്കുക. അതിന്റെ കഴിഞ്ഞുപോയ കാലം പാസ്റ്റ് ടെൻസ് ഭൂതകാലം ലിസൺഡ്. വിയർ, ധരിക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസ് ഭൂതകാലം വോർ. He wore a nice suit in the party. Lap, മടി, അതായത് മടിക്കുത്ത് എന്നുള്ള മടി. On her lap, അവളുടെ മടിയിൽ. ലാപ്ടോപ്പ്, മടിയിൽ വെച്ച് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറാണ് ലാപ്ടോപ്പ്. Once, ഒരിക്കൽ. Twice, 2 പ്രാവശ്യം. Thrice, 3 പ്രാവശ്യം. I visited USA thrice. ഞാൻ 3 പ്രാവശ്യം USA സന്ദർശിച്ചു. Doubt, സംശയിക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസ് doubted, സംശയിച്ചു. സ്പീക്ക്, സംസാരിക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസ് സ്പോക്ക്, സംസാരിച്ചു. ഡിസൈഡ്, തീരുമാനിക്കുക. ഡിസൈഡഡ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ഭൂതകാലം തീരുമാനിച്ചു. ഫൈനലി ഹി ഡിസൈഡഡ് ടു മാരി മീനു. ഒടുവിൽ അവൻ മീനുവിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കോൾ, വിളിക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസ് കോൾഡ്, വിളിച്ചു. I will call you tonight. ഞാൻ രാത്രി നിന്നെ വിളിക്കും. He called my name.
അവൻ എൻ്റെ പേര് വിളിച്ചു. ടേൺ, തിരിയുക, തിരിഞ്ഞു നിൽക്കുക, വളയുക. ടേൺഡ്, അതിൻ്റെ പാസ്റ്റ് ടെൻസ്, ഭൂതകാലം. പേഴ്സൺ, വ്യക്തി. ഈസ് എ നൈസ് പേഴ്സൺ. വണ്ടർ, അത്ഭുതപ്പെടുക, അതിശയപ്പെടുക, ആശ്ചര്യപ്പെടുക. അതിൻ്റെ ഭൂതകാലമാണ് വണ്ടേർഡ്, ആശ്ചര്യപ്പെട്ടു. ഐ വണ്ടേർഡ് തിങ്കിങ് വാട്ട് ഹി വാസ് ഡൂയിങ്. അവൻ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ അതിശയപ്പെട്ടു. വണ്ടർഫുൾ, അതിശയകരമായ. ഇതിൻ്റെ അഡ്ജക്റ്റീവാണ്, നാമവിശേഷണമാണ്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ പെർഫോമൻസ്. അതൊരു അതിശയകരമായ പ്രകടനമായിരുന്നു. ടേക്ക്, എടുക്കുക, കൊണ്ടുവരിക, എടുക്കുക, കൊണ്ടുപോവുക. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ടുക്ക്, എടുത്തു, കൊണ്ടുപോയി. ഐ ടുക്ക് എ ബുക്ക് ഫ്രം ദ ടേബിൾ. ഐ വിൽ ടേക്ക് യു ടു സൂ ടുഡേ. ഇന്ന് ഞാൻ നിന്നെ സൂവിലേക്ക് കൊണ്ടുപോകും. എൻവലപ്പ്, കവർ, പേപ്പേഴ്സും കത്തുകളും ഒക്കെ അടക്കം ചെയ്യുന്ന കവർ, അതാണ് എൻവലപ്പ്. സ്ട്രെച്ച്, നിവർത്തുക, അതുപോലെ വിരിക്കുക, നീട്ടുക. ഐ വിൽ സ്ട്രെച്ച് എ മാറ്റ് ഹിയർ. ഞാനിവിടെ ഒരു പായ വിരിക്കും. ഐ വിൽ സ്ട്രെച്ച് മൈ ഹാൻഡ്. ഞാൻ എൻ്റെ കൈ നീട്ടും. റിസീവ്, സ്വീകരിക്കുക, വാങ്ങുക. അതിൻ്റെ ഭൂതകാലം റിസീവ്ഡ്, സ്വീകരിച്ചു. ബോദർ, മെനക്കെടുത്തുക, ബുദ്ധിമുട്ടിക്കുക. രണ്ടർത്ഥമുണ്ട്. സോറി ഫോർ ബോദറിങ് യു. നിന്നെ മെനക്കെടുത്തിയതിന് ക്ഷമിക്കണം. ഷീ ബോദർ മി എ ലോട്ട്. അവൾ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ഇൻവൈറ്റേഷൻ, ക്ഷണം. ഇൻവൈറ്റ്, ക്ഷണിക്കുക. അതിൻ്റെ നൗണാണ് ഇൻവൈറ്റേഷൻ, ക്ഷണം. ഇൻവൈറ്റഡ്, ക്ഷണിച്ചു. വാക്ക്, നടക്കുക. വാക്ക്ഡ്, നടന്നു. എയ്തർ ഓർ, ഇത് രണ്ടും പെയറായിട്ടാണ്, ജോഡികളായിട്ടാണ് എപ്പോഴും വരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഈ ഒരു പ്രയോഗം വന്നിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത് എന്നാണ്. ഇത് നാമത്തിൻ്റെ കൂടിയും അതുപോലെ ആക്ഷൻ വെർബിൻ്റെ കൂടിയും ഉപയോഗിക്കാം. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത് എന്നുള്ള ജോഡികളായി വരുന്ന പ്രയോഗം. യു ഷുഡ് എയ്തർ സ്റ്റഡി ഓർ സ്ലീപ്പ്. നീ ഒന്നുകിൽ പഠിക്കണം അല്ലെങ്കിൽ ഉറങ്ങണം. കണ്ടോ, യു ഷുഡ് സ്റ്റഡി, നീ പഠിക്കണം. ഇനി യു ഷുഡ് എയ്തർ സ്റ്റഡി ഓർ സ്ലീപ്പ്. നീ ഒന്നുകിൽ പഠിക്കണം അല്ലെങ്കിൽ ഉറങ്ങണം. യു ക്യാൻ എയ്തർ വെയിറ്റ് ഓർ ഗോ. നിനക്ക് ഒന്നുകിൽ വെയിറ്റ് ചെയ്യാം, കാത്തിരിക്കാം, അല്ലെങ്കിൽ പോകാം. എയ്തർ സച്ചിൻ ഓർ ദ്രാവിഡ് ഓപ്പൺസ് ഇന്ത്യൻ ബാറ്റിംഗ്. ഒന്നുകിൽ സച്ചിൻ അല്ലെങ്കിൽ ദ്രാവിഡ് ഇന്ത്യൻ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുന്നു. അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രയോഗമാണ് നെയ്തർ നോർ. അതുമില്ല ഇതുമില്ല. നെയ്തർ നെഗറ്റീവ് ആയിരിക്കും. നെയ്തർ അതുമില്ല, നോർ ഇതുമില്ല എന്നുള്ള അർത്ഥം. ശ്രദ്ധിക്കുക, ഇവിടെ ഇത് ഉപയോഗിക്കുമ്പോൾ ഡിഡ് നോട്ട്, കനോട്ട്, ഷുഡ് നോട്ട് എന്നുള്ള ആക്ച്വൽ വെർബ് നോട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവിന്റെ കൂടിയാണ് ഇത് ഉപയോഗിക്കുമ്പോൾ നെഗറ്റീവ് അർത്ഥം കിട്ടുന്നു. ഐ ക്യാൻ നെയ്തർ വാക്ക് നോർ റൺ. എനിക്ക് നടക്കാനോ ഓടാനോ കഴിയില്ല, കഴിയുന്നില്ല. ഹി സ്പോക്ക് നെയ്തർ ഇംഗ്ലീഷ് നോർ ഹിന്ദി. അവൻ ഇംഗ്ലീഷോ ഹിന്ദിയോ സംസാരിച്ചില്ല. ഷീസ് നെയ്തർ എ സിംഗർ നോർ എ ഡാൻസർ. അവൻ ഒരു പാട്ടുകാരിയുമല്ല ഒരു നർത്തകിയുമല്ല. ഷീസ് നെയ്തർ എ സിംഗർ നോർ എ ഡാൻസർ. ശ്രദ്ധിക്കുക, ഇവിടെ നോട്ട് നെഗറ്റീവ് ചേർക്കുന്നില്ല, കാരണം നെയ്തർ തന്നെ നെഗറ്റീവാണ്. നെയ്തറും നോറും ജോഡികളായിട്ട് ഒന്നിച്ചു വരുന്ന പ്രയോഗമാണ്. ഇത് ഈ പാഠഭാഗത്തിൽ വന്നിട്ടുണ്ട്. ഈ പ്രയോഗം നമുക്ക് സാധാരണ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. എക്സർസൈസ്. ഈ പാഠഭാഗം അരക്കിട്ടുറപ്പിക്കാൻ ഇനി എക്സർസൈസ്. This story is the continuation of the last chapter. ഈ കഥ കഴിഞ്ഞ പാഠത്തിന്റെ തുടർച്ചയാണ്. Oh, I see. അത് ശരി. Oh, അത് ശരി. This story is the continuation of the last chapter. ഈ കഥ കഴിഞ്ഞ പാഠത്തിന്റെ തുടർച്ച. Thanks for telling me this. ഇതെന്നോട് പറഞ്ഞതിന് നന്ദി. Thanks a lot. ഒരുപാട് നന്ദി. Let me ask you once again. ഞാൻ ഒരിക്കൽ കൂടി നിന്നോട് ചോദിക്കട്ടെ. Is this story the continuation of the last chapter? ഈ കഥ കഴിഞ്ഞ പാഠത്തിന്റെ തുടർച്ചയാണോ? Yes, the story is the continuation of the previous chapter. അതെ, ഈ കഥ തൊട്ട് മുമ്പത്തെ പാഠത്തിന്റെ തുടർച്ചയാണ്.
ദ പ്രീവിയസ് ചാപ്റ്റർ, തൊട്ട് മുമ്പുള്ള പാഠം. പ്രീവിയസ്, മുമ്പത്തെ. ഡിഡ് യു ലൈക്ക് ദിസ് സ്റ്റോറി? നിനക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? യെസ്, ഐ ലൈക്ക്ഡ് ഇറ്റ് വെരി മച്ച്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇറ്റ് ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ്. അത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്, താല്പര്യജനകമാണ്. When Sadiq walked into the park, did he see a girl there? സാദിഖ് പാർക്കിനുള്ളിലേക്ക് നടന്നപ്പോൾ അവൻ അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടോ? When Sadiq walked into the park, സാദിഖ് പാർക്കിലേക്ക് നടന്നപ്പോൾ did he see a girl there? Yes, he did. Yes, അവൻ കണ്ടു. ശ്രദ്ധിക്കുക, ഡിഡ് ഹി സി അവൻ കണ്ടോ, അതിന് ഉത്തരമായി ഷോർട്ടായിട്ട് ഹി ഡിഡ് അവൻ കണ്ടു. ഹി സോ എന്ന് പറഞ്ഞതിന് പകരം ആ ചോദ്യത്തിന്റെ തുടർച്ച നിലയിൽ യെസ് ഹി ഡിഡ് എന്ന് പറയാം, ഒരു രീതിയാണ്. ഡിഡ് യു ഗോ ദർ? നീ പോയോ? യെസ് ഐ ഡിഡ്. ഡിഡ് ഹി ഫിനിഷ് ദ ജോബ്? അവൻ ജോലി ഫിനിഷ് ചെയ്തോ? യെസ് ഹി ഡിഡ്. ഇതൊരു രീതിയാണ്. വേർ വാസ് ഷീ? അവൾ എവിടെയായിരുന്നു? വാസ് ഷീ ഇൻസൈഡ് ദ പാർക്ക്? അവൾ പാർക്കിനകത്തായിരുന്നു. യെസ്, ഷീ വാസ് ഇൻസൈഡ് ദ പാർക്ക്. അതെ, അവൾ പാർക്കിനകത്തായിരുന്നു. ഷീ വാസ് സിറ്റിംഗ് ഓൺ ദ ബെഞ്ച്. അവൾ ബെഞ്ചിലിരിക്കുകയായിരുന്നു. ഹോ, വാസ് ഷീ സിറ്റിംഗ് ഓൺ ദ ബെഞ്ച്? അവൾ ബെഞ്ചിലിരിക്കുകയായിരുന്നോ? യെസ്, ഷീ വാസ് സിറ്റിംഗ് ഓൺ ദ ബെഞ്ച്. അതെ, അവൾ ബെഞ്ചിലിരിക്കുകയായിരുന്നു. ഷീ ഡിഡ് നോട്ട് സീ ഹിം ഇൻസ്റ്റന്റ്ലി. പെട്ടെന്ന് അവൾ അവനെ കണ്ടില്ല. ഷീ ഡിഡ് നോട്ട് സീ ഹിം ഇൻസ്റ്റന്റ്ലി. ഇൻസ്റ്റന്റ്ലി പൊടുന്നനെ, പെട്ടെന്ന്. ഹോ, വാസ് ഇറ്റ് സോ? അതെങ്ങനെയായിരുന്നു? ഡിഡ്ന്റ് ഷീ സീ ഹിം? അവൾ അവനെ കണ്ടില്ലേ? നോ, ഷീ ഡിഡ്ന്റ് സീ ഹിം ഇൻസ്റ്റന്റ്ലി. അവൾ അവനെ പൊടുന്നനെ കണ്ടില്ല. ഹോ, why didn't she see him? Why didn't she see him? അവൾ എന്തുകൊണ്ട് അവനെ കണ്ടില്ല? What was the reason? എന്തായിരുന്നു കാരണം? Because she was listening to music. കാരണം അവൾ മ്യൂസിക്കിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, സംഗീതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. She was listening to music. How did Sadiq draw her attention? സാദിഖ് അവരുടെ ശ്രദ്ധ എങ്ങനെ ആകർഷിച്ചു? വാട്ട് ഡിഡ് ഹി ഡു ഫോർ ദാറ്റ്? അതിനുവേണ്ടി അവൻ എന്ത് ചെയ്തു? വാട്ട് ഡിഡ് ഹി ഡു ഫോർ ദാറ്റ്? ഹി മെയ്ഡ് എ സൗണ്ട് ബൈ ക്ലിയറിംഗ് ഹിസ് ത്രോട്ട്. അവന്റെ തൊണ്ടനക്കിക്കൊണ്ട് അവനൊരു ശബ്ദമുണ്ടാക്കി. ഹി മെയ്ഡ് എ സൗണ്ട് ബൈ ക്ലിയറിംഗ് ഹിസ് ത്രോട്ട്. ഓ ഗ്രേറ്റ്, കൊള്ളാം, ഭയങ്കരം. ദാറ്റ് വാസ് എ ഗുഡ് ഐഡിയ. അത് നല്ലൊരു ആശയമായിരുന്നു. He did the right thing. അവൻ ശരിയായ കാര്യം ചെയ്തു. Did she notice him then? അപ്പോൾ അവൾ അവനെ ശ്രദ്ധിച്ചോ? No. ഇല്ല. Still she did not notice. എന്നിട്ടും അവൾ ശ്രദ്ധിച്ചില്ല. Oh, what a surprise. എന്തൊരു അതിശയം. Did he leave the place then? അപ്പോൾ അവൻ സ്ഥലം വിട്ടോ? No. He stood there for some more time. അവൻ അവിടെ കുറച്ച് സമയം കൂടി നിന്നു. He said, "Excuse me." അവൻ excuse me എന്ന് പറഞ്ഞു. Finally, what happened? അവസാനം എന്ത് സംഭവിച്ചു? I am interested to know. എനിക്കറിയാൻ താല്പര്യമുണ്ട്. അറിയാൻ ഞാൻ താല്പര്യവാനാണ്. I am interested. I will tell you finally what happened. അവസാനമായി എന്ത് സംഭവിച്ചെന്ന് ഞാൻ പറയാം. He was walking back. അവൻ തിരിഞ്ഞു നടക്കുകയായിരുന്നു. ഓക്കെ, ശരി. പ്ലീസ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. പെട്ടെന്നാവട്ടെ, പെട്ടെന്ന് ചെയ്. വാട്ട് ഹാപ്പൻഡ് വെൻ ഹി വാസ് വാക്കിംഗ് ബാക്ക്? അവൻ തിരിഞ്ഞു നടന്നുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? She called him from behind and asked if he was Sadiq. അവൾ അവനെ പിറകിൽ നിന്ന് വിളിച്ചു, എന്നിട്ട് അവൻ സാദിഖ് ആണോ എന്ന് ചോദിച്ചു. ശ്രദ്ധിക്കുക, asked if he was Sadiq.
ഇവിടെ അവനായിരുന്നു എന്നാണ്. കഴിഞ്ഞ കാര്യം ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഈസിന് പകരം വാസ് ഉപയോഗിക്കുന്നു, കാരണം കഴിഞ്ഞാണ്. ഇഫ് ഈസ് എന്നല്ല, ഇഫ് ഹി വാസ്, കാരണം കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. ഇഫ് ഹി വാസ് സാദിഖ്, അവൻ സാദിഖായിരുന്നോ എന്ന് ചോദിച്ചു. മൈ ഗുഡ്നസ്, എന്റെ ദൈവമേ. നൗ ദർ ഇസ് എ ട്വിസ്റ്റ് ഇൻ ദ സ്റ്റോറി. ഇപ്പോൾ കഥയിൽ ഒരു വഴിത്തിരിവുണ്ട്. ഇറ്റ് വാസ് ഗുഡ് ദാറ്റ് ഷീ സോ ഹിം ഫൈനലി. അവൾ അവസാനമായി അവനെ കണ്ടു എന്നത് നന്നായി. ഇറ്റ് വാസ് ഗുഡ് ദാറ്റ് ഷീ സോ ഹിം ഫൈനലി. ഓക്കെ, then what happened? പിന്നെ സംഭവിച്ചു. They spoke and she introduced herself as Aruna. അവർ സംസാരിച്ചു. അവൾ സ്വയം അരുണ എന്ന് പരിചയപ്പെടുത്തി. Introduced, പരിചയപ്പെടുത്തി. Oh, Aruna is a nice name. അരുണ ഒരു നല്ല പേരാണ്. Excuse me, was she beautiful? എന്നോട് ക്ഷമിക്കണം, അവൾ സുന്ദരിയായിരുന്നു. ഹേയ്, ഐ ഡോണ്ട് നോ റിയലി. എനിക്ക് ശരിക്കും അറിയില്ല. ബിക്കോസ് ദ സ്റ്റോറി ഡസ് നോട്ട് മെൻഷൻ ഇഫ് ഷീ ഈസ് ബ്യൂട്ടിഫുൾ ഓർ നോട്ട്. കാരണം അവൾ സുന്ദരിയാണോ അല്ലയോ എന്ന് കഥ സൂചിപ്പിക്കുന്നില്ല. ദ സ്റ്റോറി ഡസ് നോട്ട് മെൻഷൻ ഇഫ് ഷീ ഈസ് ബ്യൂട്ടിഫുൾ ഓർ നോട്ട്. ഓക്കെ, ഡോണ്ട് ഫീൽ ബാഡ്. ശരി, മോശം തോന്നരുത്, മോശം വിചാരിക്കരുത്. Don't get angry on me for asking this unnecessary question. ഈ അനാവശ്യ ചോദ്യം ചോദിച്ചതിന് എന്നോട് ദേഷ്യപ്പെടരുത്. I just asked for a fun. ഒരു തമാശയ്ക്ക് വേണ്ടി ചോദിച്ചതാണ്. Just leave it. Good take. By the way, why did she come to meet him? അതിരിക്കട്ടെ, അവൻ എന്തിന് കാണാൻ വന്നു? ബൈ ദ വേ, അതിരിക്കട്ടെ, സന്ദർഭവശാൽ എന്നിങ്ങനെയുള്ള പ്രയോഗമാണ് ബൈ ദ വേ. വഴിയാൽ, സന്ദർഭവശാൽ, അതിരിക്കട്ടെ. ഡോണ്ട് വറി, വിഷമിക്കണ്ട. ഐ വിൽ ആൻസർ യുവർ ക്വസ്റ്റ്യൻ. ഞാൻ നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാം. ഇറ്റ്സ് എ ബിറ്റ് ലോങ് സ്റ്റോറി. അത് കുറച്ച് നീണ്ട കഥയാണ്. അരുണ വാസ് ഇൻ ലവ് വിത്ത് സന്തോഷ്. അരുണ സന്തോഷമായി സ്നേഹത്തിലായിരുന്നു. സന്തോഷ്? ഹു ഈസ് ദാറ്റ്? സന്തോഷ് ആരാണത്? പ്ലീസ് വെയിറ്റ്, ദയവായി ക്ഷമിക്കുക. ഐ വിൽ ടെൽ യു. ഞാൻ നിങ്ങളോട് പറയാം. സന്തോഷ് ഈസ് സാദിഖ്സ് ഫ്രണ്ട്. സന്തോഷ് സാദിഖിന്റെ സുഹൃത്താണ്. ഐ മീൻ എ ഗുഡ് ഫ്രണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നല്ല സുഹൃത്ത്. ഓ, ഐ സി. ശരി, പിന്നെ അരുണ ആൻഡ് സന്തോഷ് were going to get married. അരുണയും സന്തോഷും കല്യാണം കഴിക്കാൻ പോവുകയായിരുന്നു. Really? ശരിക്കും? Yes. They planned to give him a surprise wedding invitation. അവർ അവനിക്ക് ഒരു അതിശയോക്തി നിറഞ്ഞ ഒരു കല്യാണക്ഷണം നൽകാൻ പദ്ധതിയിട്ടു. They planned to give him a surprise wedding invitation. But what was the surprise? പക്ഷേ എന്തായിരുന്നു അതിശയോക്തി, സർപ്രൈസ്? Listen, ശ്രദ്ധിക്കുക. അരുണ was not alone in the park. അരുണ പാർക്കിൽ ഒറ്റക്കായിരുന്നില്ല. There was one more person there. അവിടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. There was one more person there. I got it. എനിക്കത് പിടികിട്ടി. It should be സന്തോഷ്, right? അത് സന്തോഷായിരിക്കണം, ശരിയാണോ? Now you understood the whole thing. ഇപ്പോൾ നിനക്ക് മുഴുവൻ കാര്യങ്ങളും മനസ്സിലായി. The whole thing, എല്ലാ കാര്യവും. Aruna called him and asked him to come to the park. അരുണ അവനെ വിളിച്ച് പാർക്കിൽ വരാൻ ആവശ്യപ്പെട്ടു. That was a surprise.